ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ടു ദ ഫോം പി ബൈ ക്യു. അതായത് നമ്മൾ കൺവേർഷൻ ചെയ്യാണ്. കൺവേർഷൻ ഓഫ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ to the form p by q. ഓക്കെ, അതെങ്ങനെ നോക്കാം. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 0.15 ഇതിനെ നമ്മളെങ്ങനെ പി ബൈ ക്യു ഫോമിലേക്ക് ആക്കും നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഡെസിമൽ മാറ്റണം, 0.15. അപ്പോൾ ഇതിനെ ഡെസിമലാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ വാല്യൂയിൽ വ്യത്യാസം വരില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 15 ആയി അല്ലേ. ഇനി ഇതിനെന്ത് ചെയ്യണം, കോമൺ ഫാക്ടർ, ഇതിൻ്റെ 15ൻ്റെ 100ൻ്റെ കോമൺ ഫാക്ടർ കൊണ്ട് രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ല ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 15 നമ്മൾ എന്ത് ചെയ്യണം, 15 ഡിവൈഡഡ് ബൈ 5 ഓൾ ഡിവൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 5 എന്ന് ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് മാറ്റാം, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്തു, 3 ആയി. 100നെ ഇതുകൊണ്ടാക്കുമ്പോൾ എന്തായി, 20 ആയി. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ ലോവസ്റ്റ് ടേമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ടേമിനെ ടെർമിനേറ്റിംഗ് ഡെസിമൽസിനെ നമ്മൾ എന്ത് ചെയ്തു, പി ബൈ ക്യു ഫോമിലേക്ക് മാറ്റി അല്ലേ. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റി എഴുതണം. നമുക്കിനി വേറൊരു എടുക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0.0026 അതിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും, 26. അപ്പോൾ എത്ര 0 വേണം, എത്ര ഇത് വേണം നമുക്ക്, 1 2 3 4 5 0 വേണം അല്ലേ. അപ്പോൾ 2 3 4 5 0. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 26ൻ്റെ ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 ആണ് ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ കോമൺ ഫാക്ടർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 13 ഡിവൈഡഡ് ബൈ 15,000. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 15,000 കിട്ടി. അപ്പോൾ 13 ഡിവൈഡ് ബൈ, അതായത് കോമൺ ഫാക്ടർ കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സിനെ നമ്മൾ ഇതിനെ പി ബൈ ക്യു ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, കൺവേർഷൻ ഓഫ് എ പ്യുവർ റിക്കറിംഗ് ഡെസിമൽ ടു ദ ഫോം പി ബൈ ക്യു. രണ്ടാമത്തെ എന്താണ്, കൺവേർഷൻ ഓഫ് എ പ്യുവർ റിക്കറിംഗ് ഡെസിമൽ ടു ദ ഫോം പി ബൈ ക്യു. ഓക്കെ, ഇതിനെയാണ് അടുത്തത്. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ഫോമാണ് ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് റിക്കറിങ് ഡെസിമൽസ് അപ്പോൾ റിപ്പീറ്റഡ് ആയിരിക്കുമല്ലോ. അതിനെ നമ്മൾ എങ്ങനെയാണ് പി ബൈ ക്യു ഫോമിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എന്തെന്നാ ചെയ്യുന്നത്, 0.1 ബാർ, അതായത് 1 ബാർ എന്ന് പറഞ്ഞാൽ 1 ഇങ്ങനെ റിപ്പീറ്റഡ് 0.111 എന്നുള്ളതാണ് പോയി പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നേടണം. ആദ്യം തന്ന അതുപോലെ 1 ബാർ എന്ന് ഇട്ടു. പിന്നെ രണ്ടാമത്തേൽ നമ്മൾ, അതായത് എക്സ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ മാറ്റിയിട്ട് ബാർ മാറ്റിയിട്ട് എഴുതുമ്പോൾ 1 1 1 1 ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റൊരു ടേമാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ എക്സ് തന്ന ഇതിനെ റിക്കറിങ് ഡെസിമൽസിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം ഒറ്റ നമ്പറാണ് റിപ്പീറ്റ് അടിക്കുന്നതെങ്കിൽ നമ്മൾ 10 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 10x എന്ന് എടുക്കുക. അപ്പോൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഒരു പോയിന്റ് ഒരു 1 ഇപ്പുറത്തേക്ക് പോകും അല്ലേ, 1.1111 എന്ന് പോകും, അങ്ങനെ പോകും. അപ്പോൾ ഈ ആദ്യത്തെ ഇതിനെ നമ്മൾ 1 ഇക്വേഷൻ നമ്മൾ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിൻ്റെ അകത്തുനിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്റ്റിങ് 2ൻ്റെ അകത്തുനിന്ന് ഒന്നാമത്തെ, അതായത് സബ്സ്ട്രാക്റ്റിങ് എന്ത് ചെയ്യുക, എങ്ങനെയാണ്, സെക്കൻഡ് 1ൻ്റെ അകത്തുനിന്ന് 1 ഇക്വേഷൻ നമ്പർ 1 സബ്സ്ട്രാക്ട് ചെയ്യും.
അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ 10x നമ്മളിങ്ങനെ എഴുതി 1.111 എഴുതി, പിന്നെ മറ്റേത് എക്സ് ഈക്വൽ ടു 0.111 എഴുതി. അപ്പോൾ ഇതിൽ നമ്മൾ റിപ്പീറ്റ് മൈനസ് ചെയ്യാണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 9x എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു നമുക്ക് 9x എന്ന് കിട്ടി. ഇതിൻ്റെ അകത്തുനിന്ന് ഇത് എന്താവും? ഇതിൽ നിന്നെല്ലാം മൈനസ് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോൾ ഇവിടെ 1 വരിക അല്ലേ? എക്സ് ഈക്വൽ ടു 1 എന്ന് വന്നു. അപ്പോൾ നമുക്ക് 9x ഈക്വൽ ടു 1 വന്നപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/9 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 0.1 ബാർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ 1/9, അതായത് P/Q ഫോമിൽ നമ്മൾ അതിനെ എഴുതി. ഇനി നമ്മൾ എന്താണ് ഇനി ആ ഒരു ടേം മനസ്സിലായല്ലോ. നമുക്ക് ഇനി വേറെ രണ്ട് റിപ്പീറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പോൾ 0.35 ബാർ ഇതിനെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 നമ്പറാണ് റിപ്പീറ്റ് അടിക്കുന്നത്, 3ഉം 5ഉം റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ലെറ്റ് എക്സ് ഈക്വൽ ടു 0.35 ബാർ ഇക്വേഷൻ നമ്പർ കൊടുക്കാനായില്ല. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. 35 ഇങ്ങനെ പോവുകയാണ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 2 നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു നമ്പർ ആണെങ്കിൽ ഈ എക്സിനെ 10 കൊണ്ടും 2 ആണെങ്കിൽ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 ഇവിടെ 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 100x എന്ന് എടുത്തു. 100x എന്ന് പറയുമ്പോൾ 2 നമ്പർ ഇപ്പുറത്തേക്ക് വരും. റിപ്പീറ്റ് അടിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഡെസിമലിൻ്റെ ഇപ്പുറത്തേക്ക് ആക്കുക. 35 ഇങ്ങനെ പോകും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി നമ്മൾ എന്താണ്? ഇക്വേഷൻ 2ൻ്റെ അകത്തുനിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ എന്താ വരിക? അപ്പോൾ 100 ഇത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് അതുപോലെ തന്നെ എഴുതരാം. 100x ഈക്വൽ ടു 35.35 എക്സെട്ര എന്ന് തോന്നുന്നു. ഇതെന്ത് വരും? വെറും എക്സ് ആണ് അല്ലേ? അപ്പോൾ വെറും എക്സ് വന്നു ഈക്വൽ ടു 0.35 ഇങ്ങനെ പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ 100 നിന്ന് പോയാൽ നമുക്ക് എന്ത് കിട്ടും? 99x എന്ന് വന്നു. 35 നിന്ന് 0 പോയാൽ 35 തന്നെയല്ലേ? പിന്നെ ഇതിൽ നിന്ന് ഓരോന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 0 ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 35/99 എന്നാണ് വരുന്നത്. 35/99, അതായത് 0.35 എന്ന് പറയുന്ന റിക്കറിങ് ഇതിൻ്റെ P/Q ഫോം എന്ന് പറയുന്നത് എന്താണ്? 99. ഇങ്ങനെയാണ് നമ്മൾ ഈ ടേമിന് ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ P/Q ഫോമിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മിക്സഡ് റിക്കറിങ് ഡെസിമൽ ടു ദ ഫോം ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.